കയറി മനുഷ്യൻ കയറാത്ത ഉയർത്തി കിടന്ന് ഈ അമ്പലം ഇത്രയും നല്ല രീതിയിൽ കൊണ്ടുവന്ന ആൾക്കാർക്ക് എത്രയും ബഹുമാനവും സ്നേഹവും അവരിൽ അർപ്പിക്കുന്നു. ഈ ക്ഷേത്രം ഏതാണ്ട് 500 വർഷങ്ങൾക്ക് മുമ്പ് നല്ല നിലയിൽ നടന്ന ക്ഷേത്രമായിരുന്നു. പക്ഷേ കാലക്രമേണ നശിച്ച് നാരായണിക്കെട്ടായി പൂജാതി കർമ്മങ്ങളൊന്നുമില്ലാത്ത ഒരു ക്ഷേത്രമായിരുന്നു. ഈ ക്ഷേത്രത്തെ ഇവിടുത്തെ ചെറുപ്പക്കാരായ ഭക്തജനങ്ങൾ ഒത്തൊരുമിച്ച് ഈ നിലയിൽ ഒന്നുമില്ല സീറോയിൽ നിന്നും ഇന്ന് നല്ല അത്യുഗ്രമായ രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെച്ച് ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം നടന്നു. ഇനി ബാക്കിയുള്ള എല്ലാ കർമ്മങ്ങൾക്കും കാര്യങ്ങൾക്കും എല്ലാ ഭക്തജനങ്ങളുടെയും അകയമായ സഹായ സഹകരണങ്ങൾ ഉണ്ടാകും. നൂറ്റാണ്ടുകളുടെ തകർച്ചയിൽ നിന്നും പുതിയിടത്ത് പാർവതി ദേവിക്ക് പുനർജന്മം. മുടിപ്പിലാപ്പള്ളി മഠം വാസുദേവർ സോമയാജിപ്പാടിന്റെ നേതൃത്വത്തിൽ പാർവതി ദേവി വിഗ്രഹം പുനർനിർമ്മിച്ച ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു. വർഷത്തോളം പഴക്കമുള്ള ഈ ക്ഷേത്രം ഇപ്പം ഇങ്ങനെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. 20 വർഷമായിട്ട് ബാലാലയത്തിൽ ഇരുത്തിയിട്ട് ഇന്ന് അമ്മ ഇവിടെ പ്രതിഷ്ഠിച്ചു. വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും നാട്ടുകാർക്കെല്ലാം നല്ലത് വരട്ടെ. ഈ അമ്പലം ഇങ്ങനെ ഞാൻ വരുമ്പം തൊട്ടേ ഇങ്ങനെ ക്ഷയിച്ച് കിടക്കുക. പിന്നെ ആരെങ്കിലുമൊക്കെ ചെന്ന് വിളക്ക് കത്തിക്കും, അങ്ങനെയുള്ള ഒരു ഇതേ ഉള്ളൂ. പിന്നെ ഈ ആൾക്കാരെല്ലാം കൂടെ ഒന്ന് എടുത്തു കൂട്ടി ഈ അമ്പലം പുരോഗമിപ്പിച്ചത് ഇപ്പോൾ ഇത്രയും നല്ല രീതിയിൽ കൊണ്ടുവന്ന്. എന്നാലും അമ്മയ്ക്ക് നല്ല കാര്യങ്ങളൊക്കെ അന്നേ ഉണ്ട്, അതില്ലെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ അനുഭവം അതൊക്കെ. 700 വർഷത്തിലേറെ പഴക്കമുള്ള പുരാതന ക്ഷേത്രം, നൂറ്റാണ്ടുകളായി തകർന്നു കിടന്ന ക്ഷേത്രം, 2.5 പതിറ്റാണ്ടിന്റെ ദേശവാസികളുടെ പ്രയത്നം, ക്ഷേത്രത്തിനും പാർവതി ദേവിക്കും പുനർജന്മം. പുതിയിടത്ത് പാർവതി ദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാകർമ്മം കഴിഞ്ഞു. ദേശവാസികളുടെ ചിരകാല സ്വപ്നമാണ് ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നത്. അമ്മയെ കാണാൻ എത്ര വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ കാത്തിരിക്കുന്നു. എൻ്റെ അമ്മയെ കാണാൻ കഴിഞ്ഞതിൽ ഈ ജന്മം നമുക്ക് അമ്മയെ കാണണമെന്നോ ഇതുപോലെ അമ്മയെ അച്ഛനെയും കൂടെ ഒന്നിച്ചൊന്ന് കാണണമെന്നോ, നീ എത്രയും പെട്ടെന്ന് നമ്മുടെ അച്ഛനെ റെഡിയാക്കി എടുക്കണം. അത് കാണാൻ വേണ്ടിയിട്ടുള്ളൊരാഗ്രഹം, അത് അച്ഛനെ അമ്മയും കൂടെ ഒന്നിച്ചൊന്ന് കാണാനുള്ള അമ്മയുടെ ആഗ്രഹങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി അച്ഛൻ്റെ ആഗ്രഹമുണ്ട്. അച്ഛൻ്റെ ആഗ്രഹം കൂടെ ഒന്ന് തരണേ അമ്മയെ. മരിക്കുന്നതിന് മുമ്പ് അച്ഛനെയും കൂടെ ഒന്ന് ഉയർത്തി കാണാനുള്ള ആ സൗഭാഗ്യം തരണേ ഭഗവാനെ. ഏതാണ്ട് 25 വർഷത്തിന് മുമ്പ് ഇത് കാട് പിടിച്ച് ഉപയോഗശൂന്യമായി കിടന്ന ഒരു ക്ഷേത്രമായിരുന്നു. അന്ന് ഞങ്ങൾ കുറച്ച് പേര്, അതിൽ ഞാൻ ഉൾപ്പെടെ, ഇവിടുത്തെ കഴകത്തിൻ്റെ ഭർത്താവ് ഉൾപ്പെടെ ഒരു 10-25 ചെറുപ്പക്കാർ പിള്ളേർ ഈ ക്ഷേത്രം പുനരുദ്ധരിക്കാൻ വേണ്ടി വളരെ ആത്മാർത്ഥമായ ശ്രമം നടത്തി. അത് നടക്കുകയും ചെയ്തു. ഏതാണ്ട് 41 ദിവസത്തെ മണ്ഡലം ചെറുപ്പ് നടത്തി, നല്ല ഉത്സവപരമായിട്ട് ഉത്സവം നടത്തി എല്ലാം പിരിഞ്ഞു. പക്ഷേ പിന്നീട് എന്തോ കഷ്ടകാലം കൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. പിന്നാണ് ഇവിടുത്തെ ക്ഷേത്ര സംരക്ഷണ സമിതി ഏറ്റെടുക്കുകയും ഇത് പുനരുദ്ധരിക്കാൻ വേണ്ടുന്ന നടപടിക്രമങ്ങൾ ആരംഭിക്കുകയൊക്കെ ചെയ്തത്. അന്ന് ഞങ്ങളുടെ ആ ഭരണ സമയത്താണ് ഈ ആല് നട്ടത്. ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ഒരാല് നട്ട് വളർത്തിയത്. പിന്നെ കൈപ്പട ഉണ്ടായിരുന്നു, അതുപോലെ ക്ഷേത്രത്തിൻ്റെ കുളമായിരുന്നു. പക്ഷേ ആ കുളമെല്ലാം അന്യാധീനപ്പെട്ട് ഇന്ന് ഗവൺമെൻറ് കൈവശവും ആയിരിക്കുക. പക്ഷേ ആ കുളം ഗവൺമെൻറ്റിൽ നിന്നും നമുക്ക് കിട്ടാൻ വേണ്ടി, ഈ ക്ഷേത്രത്തിൻ്റെ വകയായിട്ട് കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുമെന്നാണ് എൻ്റെ ആത്മാർത്ഥ ചിന്ത. തകർന്നുകിടന്ന ക്ഷേത്രം 2000-ന്റെ ആദ്യ കാലഘട്ടത്തിലാണ് പുനർനിർമ്മിക്കാൻ ദേശവാസികൾ ഒത്തുകൂടിയത്. പക്ഷേ അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. തുടർന്നാണ് RSS പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ക്ഷേത്ര സംരക്ഷണ സമിതി അമ്പലം ഏറ്റെടുത്തത്. 1.5 പതിറ്റാണ്ടിന്റെ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ക്ഷേത്രം നിർമ്മിച്ച് ഇന്ന് പ്രതിഷ്ഠ നടത്തിയിരിക്കുകയാണ്. ഏകദേശം 1000-ഓളം വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഞങ്ങളൊക്കെ ഇത് കാണുന്ന സമയത്ത് നമ്മുടെ ഈ ക്ഷേത്രം എന്ന് പറയുന്നത് വളരെയധികം തകർന്ന് തരിപ്പണമായിട്ട് നമുക്കൊരു
ഒരു വിളക്ക് പോലും കത്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് നമ്മളിവിടെ അടുത്തുള്ള ഈ അമ്പലക്കര ഭാസ്കരൻ പോറ്റി എന്ന് പറയുന്നതാണ് അദ്ദേഹമാണ് ഈ അമ്പലത്തിൻ്റെ വിളക്ക് കത്തിപ്പും മറ്റ് പൂജയും കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. ഭാസ്കരൻ പോറ്റി, അതേപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ജയൻ്റെ വീട്ടിൽ നിന്നും അവരുടെ അമ്മ, അവരുടെ ജയൻ്റെ അനിയൻ രാജു, ഇവരുടെയൊക്കെ വളരെ സപ്പോർട്ടോടുകൂടിയാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ ദൈനംദിന കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അതിനുശേഷം നമ്മളിവിടെ RSSൻ്റെ ശാഖ തുടങ്ങി. RSSൻ്റെ നേതൃത്വത്തിൽ ശാഖാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ പല പ്രാവശ്യം ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനവും പുനരുദ്ധാരണവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നിരവധി തവണ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് ചില സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങൾ നേരിട്ടതിൻ്റെ ഫലമായിട്ട് നമ്മളത് നിർത്തിവെക്കേണ്ടി വന്നു. എന്തായാലും ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് ഇങ്ങനെ ഒരു നല്ല ഒരു രീതിയിൽ കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെയൊക്കെ കാലത്ത് ഇങ്ങനെ ഒരു നല്ല കാര്യം കണ്ടു മരിക്കാം എന്ന് വിചാരിച്ചതല്ല. പക്ഷേ ഇപ്പം ഇങ്ങനെ ഒരു നല്ല ഒരു പുനഃപ്രതിഷ്ഠയും പുനരുദ്ധാരണവും ഒക്കെ വന്ന് കണ്ടതിൽ വളരെയധികം സന്തോഷമാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സന്തോഷമുണ്ട്. 2006 ഞങ്ങളിത് ആദ്യമായിട്ട് വരുന്ന സമയത്ത് ഈ അമ്പലം 4 വശവും പൊളിഞ്ഞ് ഓടും എല്ലാം പൊളിഞ്ഞ് ആകെ ഒരു സങ്കടാവസ്ഥയിലായിരുന്നു. അതിൽ നിന്ന് ഞങ്ങളൊരു തിരുമേനിയെ കണ്ടു. തിരുമേനി പറഞ്ഞു ഇത് ബാലാല പ്രതിഷ്ഠ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2007 ബാലാല പ്രതിഷ്ഠ ചെയ്തിട്ട് പോയി. പിന്നെ ചില സാഹചര്യങ്ങളിലും ആൾക്കാരുടെ ബന്ധം കൊണ്ട് ഇത് ഒന്നും ചെയ്യാൻ പറ്റാണ്ടായി. പക്ഷേ ഇപ്പം എന്തായാലും അമ്മയ്ക്ക് അതിനൊരു അനുഗ്രഹം കിട്ടി. അമ്മയെ ഇപ്പോൾ വലിയൊരു കുടിൽ നിന്നും കൊട്ടാരത്തിലോട്ട് കൊണ്ടുപോയതിൻ്റെ സന്തോഷം ഒരുപാട് സന്തോഷമായി എനിക്ക്. പക്ഷെ അത് കാരണം ഞങ്ങൾക്ക് എല്ലാം ഇനി ഈ നാട് ഒരു ഐശ്വര്യപൂർണ്ണത്തിലോട്ട് പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും പിന്നെ നമസ്കാരം. ഒരു ക്ഷേത്രം എന്നാൽ നാശത്തിൽ നിന്നും രക്ഷിക്കുന്നതാണ്. ആ ക്ഷേത്രത്തെയും സംരക്ഷിക്കേണ്ട ബാധ്യത ആ നാട്ടിലെ ജനങ്ങൾക്കുമുണ്ട്. ഒരു ക്ഷേത്രം രക്ഷപ്പെട്ടാൽ മാത്രമേ ആ സമൂഹവും ആ രാഷ്ട്രത്തിനും പുരോഗതി ഉണ്ടാവും. ഒരു ക്ഷേത്രം നശിക്കുകയാണെങ്കിൽ 7 വർഷത്തെ തലമുറ നാശത്തിലേക്ക് പോകുമെന്നും ഒരു ക്ഷേത്രം രക്ഷപ്പെടുകയാണെങ്കിൽ വരുന്ന 7 തലമുറയ്ക്ക് അതിൻ്റെ ഗുണം കിട്ടും എന്നുള്ളതാണ്. ഇപ്പം ഈ പുതിയടത്ത് ക്ഷേത്രം വളരെ ചരിത്രമുറങ്ങുന്നതും ചില പുരാതനമായ ഒരു ക്ഷേത്രമാണ്. ഒരു കാലഘട്ടത്തിൽ ഈ ക്ഷേത്രം നിർമ്മിക്കുന്നത് പാണ്ഡ്യ, ചേര, ചോളന്മാരുടെ കാലഘട്ടത്തിലാണ്. ഈ കേരളത്തിൽ പ്രധാനമായും ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത് ചേരന്മാരുടെ കാലഘട്ടത്തിൽ, അതായത് ഏകദേശം 1200-കൾക്ക് ശേഷമായിരിക്കാം, 1200-കളിലായിരിക്കാം ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടതെന്നും വളരെ ചരിത്രമുറങ്ങുന്ന ഒരു ക്ഷേത്രമാണ് ഇത്. വേലുത്തമ്പിയെ തിരക്കി ബ്രിട്ടീഷ് പട്ടാളം 1700 കുണ്ട്ര വിളംബരത്തിന് ശേഷം വേലുത്തമ്പിയെ തിരക്കി ഈ ബ്രിട്ടീഷ് പട്ടാളം വരികയും വേലുത്തമ്പി അവരുടെ പരദേവതയായ മണ്ണടി ക്ഷേത്രത്തിലേക്ക് പോയിട്ടുണ്ടെന്ന് അറിയുകയും അങ്ങനെ ദേവീ ക്ഷേത്രങ്ങൾ തകർക്കുന്ന ഒരു പ്രവണത ബ്രിട്ടീഷുകാരിൽ ഉണ്ടാവുകയും ആ കുണ്ട്രയിൽ നിന്നും പോകുന്ന വഴിയുള്ള ദേവീ ക്ഷേത്രങ്ങളെല്ലാം നശിപ്പിച്ചുവെന്നും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്ഷേത്രവും നശിപ്പിച്ചതെന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ പിന്നീട് ഈ കാലഘട്ടത്തിൽ വളരെ കാലഘട്ടം ഇത് ബാലാലയത്തിലേക്ക് ഈ ദേവതയെ ഇരുത്തുകയും പിന്നീട് ഇവിടുത്തെ സംഘപ്രവർത്തകരുടെയും ക്ഷേത്ര സംരക്ഷണ സമിതിയും നാട്ടുകാരോടെ ചേർന്ന കഠിനോദ്ധാനത്തിൻ്റെ ഒരു വിജയമാണിത്. ഈ വിജയം നമ്മൾ ഇന്നിവിടെ പ്രതിഷ്ഠാ ദിനം കഴിഞ്ഞിരിക്കുകയാണ്. വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രത്തെ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി ഈ ക്ഷേത്ര സംരക്ഷണ സമിതിക്കും സംഘപ്രവർത്തകർക്കും ഈ നാട്ടുകാർക്കും കഴിയുമെന്നുള്ളതാണ്. മുന്നിൽ നിന്ന് പ്രവർത്തിച്ച സ്വയം സേവകർ അവർക്കൊപ്പം ഒരു ദേശമാകെ ചേർന്ന് നിന്നപ്പോൾ ക്ഷേത്രം യാഥാർത്ഥ്യമായി. ന്യൂസ് ഡെസ്ക്, കേരള പ്രൈം ടുഡേ.